എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. ഒരു 15-20 മിനിറ്റിൽ ഒരു അടിപൊളി ലഞ്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിൽ ഞാൻ ബട്ടർ ഗാർലിക് മഷ്റൂമാണ് ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് റൈസിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, ഇത് ഏത് പലഹാരത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റിയാണ്. വേറെ ഒന്നും ഇല്ലെങ്കിൽ ബണ്ണോ ബ്രെഡോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബട്ടർ ഗാർലിക് മഷ്റൂമിനൊപ്പം ബട്ടർ ഗാർലിക് റൈസാണ് ഞാൻ കോമ്പിനേഷനായിട്ട് ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ ഗാർലിക് റൈസിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് രണ്ടും കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പറയാൻ വാക്കുകളില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാനിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ സിമ്പിളാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ, 10ഒന്നും വേണ്ട, അതിന് മുന്നേ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം നന്നായിട്ടൊന്ന് ലോയിലാക്കി വെക്കണേ, ഇല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, അതാണ് ടേസ്റ്റ്. ബട്ടറിൽ കിടന്നിട്ട് ഈ ഗാർലിക് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ. ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ബൗള് മഷ്റൂം ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഷ്റൂം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കുറഞ്ഞു പോവേ. അപ്പം ഓരോരുത്തർക്കും എത്ര വേണോ അതിനനുസരിച്ചിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മഷ്റൂമും ചേർത്ത് കൊടുക്കുക. മഷ്റൂം ഒരുപാട് അങ്ങ് കുക്കാവുമൊന്നും വേണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിന് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഷ്റൂം നിങ്ങൾ എത്ര നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടി വേണം എടുക്കാനായിട്ട്. കാരണം ഇത് ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുമല്ലോ. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്, ചതച്ച വറ്റൽമുളക്, കുറച്ച് ഉപ്പും അതിൻ്റെ കൂട്ടത്തിൽ ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം മുളക് പൊടിയൊന്നും നിങ്ങൾ ചേർക്കരുത്, എൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ട് പിസ്സ ആൻഡ് പാസ്ത സീസണിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് രണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉള്ളവർ ഇത് ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ ഒറിഗാനോ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാൻ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ഗ്രേവി ആക്കി എടുക്കണമല്ലോ, അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബട്ടറിനകത്ത് കാണുന്ന സാധനങ്ങൾ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തതല്ല കേട്ടോ, അത് ഓൾറെഡി നമ്മുടെ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗാർലിക്കാണ് ഇതിനകത്തെ മെയിൻ താരം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ. പച്ചമുളക് ചേർക്കുമ്പോൾ പച്ചമുളക് തന്നെ ചേർക്കുക, മുളക് പൊടി ഒരിക്കലും ചേർക്കരുത്. ടേസ്റ്റ് ആകെപ്പാടെ വേറെ ആയിപ്പോവും. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 എരിവുള്ള പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മൊരിയുമ്പോൾ ഉള്ള ഒരു മണമുണ്ടല്ലോ, അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ബട്ടറൊക്കെ ആകുമ്പം നല്ല ചൂടല്ലേ, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് അപ്പോഴത്തന്നെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ആ സവാളയിലൊക്കെ ഇതൊക്കെ അങ്ങ് പറ്റി പിടിച്ചോളും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പ്രത്യേകം പറയുന്നത്, ഇത് ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഈ മൈദ എല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ വേറെ ടേസ്റ്റ് ആയിപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മൈദയുടെ ആ ഒരു പച്ച മണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് എന്ന് പറയുമ്പോഴത്തേക്ക് പശുവിൻ്റെ പാലാണ്, നമ്മൾ വാങ്ങിക്കുന്ന പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചതൊന്നുമല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലോ തണുത്ത പാലോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെളിയിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു തണുപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പോ 2 കപ്പോ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവിക്ക് തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ
ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കണ്ടില്ലേ തിള വരുന്ന ആ ഒരു സമയത്തിന് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ മഷ്റൂമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മഷ്റൂം, ചീര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതായത് നമ്മൾ വേവിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്ന സാധനങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് ഭയങ്കര മുമ്പിലായിരിക്കും വെന്ത് കഴിയുമ്പം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഞാൻ ലാസ്റ്റിലേ ഉപ്പിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പം അതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവാള നമ്മൾ നേരത്തെ വാട്ടിയതാണ്, മഷ്റൂം നമ്മൾ ഓൾറെഡി വാട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 3-4 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഒന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാമേ. ഞാൻ നോർമലി ചെയ്യുമ്പോൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രഷ് ക്രീം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും ചീസി ബട്ടർ ഗാർലിക് മഷ്റൂമാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് പറയാറുള്ളത് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും ഇതും കൂടിയും ചേർത്ത് കൊടുക്കുക കയ്യിലുള്ളവർ. സ്ലൈസ്ഡ് ചീസ് ഇല്ലെങ്കിൽ മൊസറല്ല ചീസില്ല നമ്മുടെ ഗ്രേറ്റഡ് ആയിട്ട് വരുന്നത്, അതായാലും ഏതാണോ ചീസ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ആദ്യം എന്താ ചേർത്തത്, ക്രഷ്ഡ് ആയിട്ടുള്ള പെപ്പർ ചേർത്തു, പച്ചമുളക് ചേർത്തു, റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്തു. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവെല്ലാം ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. ഇത്തിരിയേ ചേർക്കുന്നുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഈ കുറുക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കണ്ടില്ലേ പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് തെളിഞ്ഞു വരും. കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചീസി ബട്ടർ ഗാർലിക് മഷ്റൂം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ കുറച്ച് ടൈം മതി, വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാ പലഹാരത്തിനും സൂപ്പറാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയുക. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.